ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ഉറക്കക്ഷീണമുണ്ട്. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തില്ലായിരിക്കും. ഞാനിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 3:45 4 മണി ആവാറായി. ഞാനിപ്പം ജസ്റ്റ് ലോഗ് ഔട്ടൊക്കെ ചെയ്ത്, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ലോഗ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. ലോഗ് ഔട്ട് ചെയ്തു, പിന്നെ കുളിച്ചൊന്ന് ഫ്രഷായി ഞങ്ങൾ ട്രിവാൻഡ്രം പോവാണ്. എന്താ കാരണമെന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ ലാസ്റ്റ് മന്ത് നമ്മളെ വിട്ടു പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്തൊരു അമ്പലത്തിൽ ചെയ്യാനുണ്ട്. എനിക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യം അറിയത്തില്ല. ഞാൻ അമ്മയെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ, എന്താ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയാം. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നൊരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അമ്മ പറയും നമ്മൾ എന്തിനാ കറക്റ്റ് ട്രിവാൻഡ്രത്ത് പോകുന്നതെന്ന്. ഇങ്ങോട്ട് പറ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയല്ലോ. ഇതിന്റെ കയ്യിൽ ചൂട്, ഞാൻ ഭയങ്കര ഹോട്ടായോണ്ട്. ഇങ്ങോട്ട് പറ, എന്തിനാ നമ്മൾ ട്രിവാൻഡ്രത്ത് പോകുന്നേ? മരിച്ചതിന്റെ 41ന്റെ ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ പോവാണ്. അത് 41 ദിവസം കഴിഞ്ഞാണോ ചെയ്യുന്നത്? 41ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം ആ ചടങ്ങ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. ബലികർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവല്ലം. എന്നെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം, എന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നോ? പിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ മടി. ഞാനാണെങ്കിൽ 3:30, എനിക്ക് 3:30 വരെ വർക്കിംഗ് ടൈമാണ്. ഈ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒട്ടും ഉറങ്ങാതെ ഫ്രഷായിട്ട് പോവാണ്. അപ്പോൾ എല്ലാം കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് സുഖമായിട്ട് കാറിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഈ കാറിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തോന്നും. അതുകൊണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് രാവിലെയൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തായാലും വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നതായിരിക്കും. ഇനി അമ്പലത്തിൽ വീഡിയോ പറ്റുമോ, ക്യാമറ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇന്നത്തെ ട്രിവാൻഡ്രം ഒരു യാത്ര എല്ലാവരെയും വ്ളോഗായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം വായോ. ഹായ് കൊടുക്കൻ്റെ വ്ളോഗിൽ. ഹായ്. അപ്പോൾ വണ്ടി വന്നു. നമ്മുടെ ഫാമിലി ഫ്രണ്ടാട്ടോ അങ്കിള്. അപ്പം നമ്മളെല്ലാവരും, നമ്മൾ 4 പേരാകെ പോകുന്നത്. അപ്പോൾ ഇപ്പം പോകും. ഇപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ്. എനിക്കിപ്പം വണ്ടിയെ കയറുന്നെന്ന് ആലോചിക്കുമ്പോഴേ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, പോകുന്ന വഴിയിൽ ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഒന്നും അധികം കാണിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എണീറ്റിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയായപ്പോൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിലെത്തി പെട്ടെന്ന് തന്നെ നമ്മൾ ക്യൂവിൽ നിൽക്കണമായിരുന്നു, രസീത് എടുക്കണമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ കയറുമായിരുന്നു. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡും അല്ലായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്തു. അമ്മയെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ തൊഴുതു, പിന്നെ പ്രസാദം ഇപ്പം വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങി. അമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയേക്കുന്നു. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങും. ഇവിടുത്തെ ഓൾമോസ്റ്റ് അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ ക്യാമറ അലൗഡ് അല്ലെങ്കിലും ഞാൻ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം കേട്ടോ. വളരെ കുറച്ച്, ഒരു 2 3 ക്ലിപ്സ്, ഒന്നും മനസ്സിലാവത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മളിങ്ങനെ ചെയ്തെന്ന് പറയുന്ന കാര്യം ചെയ്യാൻ നമുക്കൊരു ത്വരയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനിന്ന് എടുത്ത് നോക്കിയതാണ്. അങ്ങനെ വിഷ്ണു ശശിവർണം ചതുർഭുജം ഒക്കെ ഉള്ളായിരുന്നു. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും പോവായിരിക്കും. അപ്പം ഞാൻ അതും ആഡ് ചെയ്യും. ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വാ തുറന്ന് പറ. മറ്റേ അല്ലാത്തപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വായ. വീഡിയോയിൽ എന്തെങ്കിലും ചോദിക്കുമ്പോ അമ്മയുടെ സൗണ്ട് അങ്ങനെ അടയും. പിന്നെ ഒരു കാര്യം ചോദിക്കുമ്പോ വാ തുറന്നുണ്ടായിരുന്നു. ചടങ്ങെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം നടന്നു. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാം. വിഴിഞ്ഞോ? ഇനി ആഴിമല. ആദ്യം ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ആഴിമല.
ഹോട്ടൽ ശരവണ ഭവനിൽ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മൾ ശരവണ ഭവൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഉണ്ടായിരുന്നു ഫുഡ്. എന്തോ കഴിച്ചേ? എന്നിട്ട് ഒരെണ്ണം പൊതിഞ്ഞു എടുത്തല്ലോ. അമ്മ എന്തോ വാങ്ങിച്ചേ? പൂരി എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഇഷ്ടപ്പെട്ടോ? എന്തോ വാങ്ങിച്ചേ? ഞാൻ പിന്നെ മസാല ദോശ, ഉഴുന്നുവട, ചായ, ചമ്മന്തി, സാമ്പാറ്, പിന്നെ ഇത് പിന്നെ അത്ര കിട്ടിയോളല്ലോ. ഞങ്ങൾക്ക് അത്ര കിട്ടിയോളല്ലോ. ഇതുണ്ട്, വേറൊരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു. മറ്റേ തക്കാളി ചമ്മന്തി, പുതിനയില ചമ്മന്തി. അത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. ഇല്ല, നല്ല രുചിയായിരുന്നു. ഞാൻ വടയൊന്നും കഴിച്ചില്ല ഗൈസ്, എനിക്ക് വടയൊന്നും ഇഷ്ടപ്പെട്ടില്ല. മസാല ദോശ വട ഭയങ്കര വലുതായിരുന്നു, അതുകൊണ്ട് വലിയ രസമില്ലായിരുന്നു. പക്ഷെ മസാല ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ കൊള്ളായിരുന്നു. കഴിച്ചേ മസാല ദോശ, അതുപോലെ ഒരു ഇഡലി, വട ഇഷ്ടപ്പെട്ടോ? വട എങ്ങനെ ഉണ്ടായിരുന്നു? വട ഇത്തിരി വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് വേവ് കുറവുണ്ട്. കുഴപ്പമില്ല, മൊത്തത്തിൽ കൊള്ളായിരുന്നു. ഞാൻ റിവ്യൂ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ല. സ്റ്റൈലായല്ലോ പിന്നെ. അല്ല, കൊള്ളാം. ഇപ്പൊ എവിടെ വന്നേക്കുന്നേ? വിഴിഞ്ഞമല്ല, ആഴിമല. ഹായ്, അപ്പൊ ഞങ്ങളിപ്പോ ആഴിമലയിൽ പോയി. പിന്നെ ഇപ്പൊ കേറി പാർക്കിന്റെ വരുന്നു ശംഖുമുഖം പാർക്കിൽ കേറി. ബീച്ചാണോ അത്? ബീച്ച് കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങോട്ട് പോയില്ലല്ലോ നമ്മള്. ഓ, നടക്കാൻ വയ്യാത്തല്ല, നട്ട വെയില. അപ്പൊ തളർന്നു പോവാ, ഭയങ്കര ക്ഷീണം. ഞാൻ ഉറങ്ങിയിട്ടില്ല, സുഖമായിട്ട് 10 മണിക്ക് കിടന്ന് ഉറങ്ങിയ ആൾക്കാരായി ഇരിക്കുന്നത്. ഞാൻ 3:30 വരെ വർക്ക് ചെയ്തു, എന്നിട്ടാ വന്നത്. അപ്പൊ എനിക്ക് ആ വെയിലൂടെ കൊള്ളുവാൻ പറ്റുന്നില്ല. പിന്നെ അതുകൊണ്ട് എല്ലാരും എന്നോട് പിണങ്ങിയിരിക്കുക വരാതെ. പിന്നെ എന്റെ ചെരുപ്പ് പൊട്ടി. എനിക്ക് നല്ല ചെരുപ്പ് പോലും വാങ്ങിച്ചായിരുന്നു. എന്താ അമ്മേ കണ്ട പിണങ്ങിയിരിക്കുന്ന അമ്മയെ കാണാം. അമ്മ പറയുന്നത് എനിക്ക് അമ്മയുടെ കൂടെ ഒന്നും വരാൻ എങ്ങും ഇഷ്ടമല്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ ഇഷ്ടം. ഒന്നുമല്ല, പിന്നെ എല്ലായിടത്തും വരാറുണ്ട്. എന്നെ എങ്ങും കൊണ്ടുപോകാറില്ല എന്നേ ഉള്ളൂ. ഇതും പറഞ്ഞിട്ട് എന്നെ എങ്ങും കൊണ്ടുപോകത്തില്ല. അതെ, എന്നെ ഉറക്കിയിട്ട് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. ഉറങ്ങണം, അതാണ് എന്റെ മെയിൻ. ഇവിടെ നോക്കിയ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അഴീക്കലല്ല, ആഴിമലയിൽ പോയിട്ട്. ആഴിമല കൊള്ളായിരുന്നു. ആ, അമ്മ ഉറക്കെ പറയത്തില്ല. അച്ഛാ, ആഴിമല പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? സൂപ്പർ. ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞാൻ. ആഴിമല, അതെ, ആഴിമല നല്ലതായിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് ഒരുപാട് കളിക്കാനൊന്നും പറ്റിയില്ല, അല്ലേ വെച്ചാ? ഞങ്ങള് വെള്ളത്തിലെല്ലാം കിടന്ന് ചാടി. അതെ, മദാമ്മമാരെയൊക്കെ കണ്ടു. മീനെ പിടിച്ചു. അവിടെ നമ്മുടെ ഇന്ത്യൻ മദാമ്മമാരെയാ നോക്കിയത്. പക്ഷെ നോർമൽ മദാമ്മമാരെ കണ്ടോണ്ട് എന്നാലും എല്ലാരും ഒരു സന്തോഷം കൊണ്ട് ഇങ്ങ് വന്നു. പിന്നെ മാങ്ങയൊക്കെ കഴിച്ചു. ഒരു മീനെ കിട്ടിയായിരുന്നു, ഒരു സാമി മീനെ പിടിച്ചു കൊടുത്തു അമ്മയ്ക്ക്. പക്ഷെ അത് കളഞ്ഞു, കാരണം എന്തായാലും വീട് വരെ എത്തത്തില്ല, വെള്ളം പോവും. അത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ശംഖുമുഖം ബീച്ചിൽ വന്ന് കയറിയത്. അവിടെയും എല്ലാം കഴിഞ്ഞല്ലേ? എന്ത് വരുന്ന സംഭവം? അവിടെ നേവിയുടെ ആയിരുന്നു നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ
പ്രശ്നമാണ്. ഇപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിവിടെ ഇറങ്ങിയായിരുന്നെങ്കിൽ സുഖമായിട്ട് നല്ല സമാധാനത്തോടെ എല്ലാം കണ്ട് കേറിയൊക്കെ വരായിരുന്നു. ഞായറാഴ്ച വരണോ അല്ലെ ശനിയാഴ്ച? അല്ല, ഉച്ചയോടെ നമ്മൾ ഇറങ്ങി അങ്ങനെ വരണം, അപ്പൊ രസമായിരിക്കും. വെയിലത്ത് വന്നിട്ട് ബീച്ചിലൊക്കെ തട്ട വെയിലത്ത് മറ്റേ മാതാവന്മാർക്കെ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. വെയിലത്ത് എനിക്ക് പറ്റത്തില്ല, പിന്നെ അമ്മയ്ക്ക് പറ്റും. അമ്മ എവിടെ വേണേലും, അമ്മ അടുത്ത ഒരു മതാമ്മ, ഏത് വെയിലത്ത് വേണേലും കിടന്നോളൂ. അല്ലേ വെച്ചാ നമുക്ക് പറ്റുമോ വെച്ചാ വെയിലത്ത് അങ്ങനെ നടക്കാൻ? അത് മതാമ ഉള്ളോണ്ട് അച്ഛൻ നടന്നു. എനിക്ക് എവിടെ സായിപ്പില്ലായിരുന്നല്ലോ എനിക്ക് നടക്കാൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ അടുത്ത പോകുന്നത് ലുലു മോളിലോട്ടാന്ന് പറയപ്പെടുന്നു. ഇവിടെ മഴ പെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോഴൊന്നും മഴയില്ലായിരുന്നു. ഇപ്പൊ കാറി കയറിയപ്പോ വീണ്ടും മഴ. അപ്പോ ഇനി ലുലു മോൾ എത്തിയിട്ട് കാണാം ഗൈസ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ എനർജി വെച്ചു. എനിക്ക് അങ്കിൾ ചെരുപ്പ് തന്നു. ലുലുവിലേക്ക് കടക്കുകയാണ് ഗൈസ്. ലുലു മോൾ, ലുലു മോൾ. അങ്ങനെ ലുലു മോളിലെത്തി. ചെരുപ്പില്ലാതെ അകത്ത് കയറണം, നാണക്കേട്. ഇന്ന അങ്കിൾ ചെരുപ്പ് ഇല്ല, ഇട്ടോ കുഴപ്പമില്ല, ഇട്ടോ. അവിടോട്ടായിരിക്കും. ചെരുപ്പില്ലാതെ ഞാൻ നടക്കുന്നത്. സി എന്റെ കാലും. അതെ, ശബരിമലയിൽ പോവാൻ വൃതമാന്ന് പറയാം. അതാകുമ്പോ ചെരുപ്പിട്ടതിൽ കുഴപ്പമില്ലല്ലോ. നഗ്നപാതയായി ഞാൻ നടക്കുകയാണ്. അത് ലുലുവിനകത്തേക്ക്. അത് വേറെ എങ്ങും അല്ല, ലുലുവിലോട്ട് ചെരുപ്പില്ലാതെ. അതെ, അങ്കിളാണ് നമ്മളെ സേഫ് ആയിട്ട് കൊണ്ടുപോയത്. സ്ഥലങ്ങളൊക്കെ എങ്ങനെ ട്രിവാൻഡ്രം ഇത്ര നല്ല പോലെ അറിയാം? എല്ലാ ഊടുവഴികളും അറിയാമല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെ അറിയാം? പണ്ട് മുതലേ ഇങ്ങനെ കറക്കമായതുകൊണ്ട് നന്നായിട്ട് അറിയാം. ട്രിവാൻഡ്രത്ത് ഇപ്പൊ എത്ര തവണ വന്ന് കാണും? ഓൾമോസ്റ്റ് മോർ ദാൻ 100. ഞാൻ കൂടിപ്പോയ ഒരു 4-5 വട്ടം. അതും എനിക്ക് കയ്യിലെണ്ണണം. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ ചെരുപ്പ് വാങ്ങിക്കട്ടെ ആദ്യം. എത്തി ഗൈസ്, സ്റ്റുഡിയോയിലെത്തി. അപ്പൊ നമ്മളിപ്പം ലുലു മോളിൽ നിന്ന് ഇറങ്ങി ചെറിയ ഷോപ്പിംഗ് ഒക്കെ അമ്മ നടത്തി. അല്ലേ അമ്മ? അമ്മ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് കയറിയ ആളാ. പക്ഷെ അമ്മ എന്തൊക്കെയോ വാങ്ങിച്ചു. ഒരുപാട് വാങ്ങിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി. ഞാനല്ല മേടിച്ചത്, നീയാ മൊത്തം മേടിച്ചത്. നീ തിന്നാനുള്ള സാധനമൊക്കെ മേടിച്ചത്. അയ്യോ, ഞാനൊരു നോക്കാൻ സമ്മതിച്ചില്ല അവള്. ഞാനൊരു തൈര് എങ്ങാണ്ട് എടുത്തതിനാ. എന്തൊക്കെ വാങ്ങിച്ചല്ലേ അച്ഛാ? എന്താ മേടിച്ചു? ഒന്നും വാങ്ങിക്കുന്നില്ലെന്നല്ല പറഞ്ഞല്ലേ കേറിയത്. ഒന്നും മേടിച്ചില്ല. ഞങ്ങൾക്ക് നോക്കിയത് പോലും ഇല്ല. പിന്നെ അവിടെ നടന്നെടുക്കുക. ഒന്നും നോക്കിയിരുന്നു. അപ്പൊ ആ ലുലു മോള് ഫുള്ള് നടന്നപ്പോ എന്തോ കണ്ടില്ലേ? കണ്ണടച്ചു. അതെ, അമ്മ ഒരേ സ്ഥലത്ത് തന്നെ ഒരു 4-5 വട്ടം നടന്നല്ലേ? എന്നിട്ട് ഒന്നും കണ്ടില്ലെന്ന്. അത് അമ്മയ്ക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. കണ്ണാടി വെക്ക്. ചുമ്മാ അങ്ങ് നടക്കും. ഓരോന്ന് നടക്കും. രണ്ടാമത് പോകുമ്പോ വീണ്ടും ഒരെണ്ണം വാങ്ങിക്കും. മൂന്നാമതാകുമ്പോ വീണ്ടും വാങ്ങിക്കും. അമ്മ ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം വെറുതെ ബില്ല് ഇങ്ങോട്ട്. പക്ഷെ ബില്ല് അടയ്ക്കേണ്ട വന്നു. അതെങ്ങനെയാ അമ്മേ ഒന്നും വാങ്ങിക്കാതെ? നീയൊക്കെ മേടിച്ചതാ? അതെ, ഞാൻ എന്ത് വാങ്ങിച്ചു? ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ലുലുന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഇനി എന്തേലും കഴിക്കാതെ എവിടെ കഴിക്കും? ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാം. ഇത് അമ്മയുടെ വെറും അഭിനയമാ. അച്ഛനോട് ചോദിക്കാം. അച്ഛാ, അമ്മ ഒന്നും വാങ്ങിച്ചില്ലേ അച്ഛാ? അമ്മയൊന്നും വാങ്ങിച്ച എല്ലാം അമ്മ വാങ്ങിച്ചത്. പിന്നെ എന്തുവാ ഈ തിന്നുന്ന ഇത്, പിന്നെ ചിക്കന്റെ തക്കാളി. നൂറിനായിട്ടൊന്നും കിട്ടത്തില്ല. തക്കാളി, കുക്കുംബർ, പിന്നെന്താ നാരങ്ങയോ എന്തോ വാങ്ങിച്ച? പിന്നെ ഇത്
മറ്റേ കായംകുളത്തുനിന്ന് ട്രിവാൻഡ്രം ലുലു മോളി വരണ്ട വന്നു. കുറച്ച് തക്കാളി ചോളമൊക്കെ വാങ്ങിക്കാൻ അമ്മയ്ക്ക് ലുലു മോളി വരണ്ട വന്നു. ഇതൊക്കെ അമ്മ വാങ്ങിക്കുന്നേ. ഇതെന്താ വാങ്ങിച്ചല്ലോ, അധികം ഒന്നും വാങ്ങി ഞങ്ങൾ സമ്മതിച്ചില്ല. ഈ തക്കാളി തീർന്നിട്ട് വേണം അത് അടുത്ത് വരെ. പെണങ്ങല്ലേ, ഇവിടെ നോക്ക്, ഇതൊക്കെ അധികമല്ലേ. കാണാൻ കയറി കണ്ടു വരണം. രാവിലെ വരണം. ഒരു ഓണിന്ന് കയറി ഒരു ഓണില് എത്ര എതിലെയാ പോകുന്നതെന്ന് പോലും അറിയാത്തില്ല. അതൊന്നും അറിയാം. ഇതെന്തോ ബ്ലോക്കായി. നമുക്ക് ലഞ്ച് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് സമാധാനം. ഇനി എനിക്ക് ഉറങ്ങണം. ഇന്ന് നേരെ വീട്ടിലോട്ടല്ലേ പോന്നേ. ഇനി നേരെ വീട്ടിലോട്ട് പോകും. അപ്പം ഞാൻ ഉറങ്ങട്ടെ. ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തുവാണ്, എന്തെങ്കിലും കാഴ്ചയുണ്ട് എങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹായ് ഓൾ, ഇപ്പോൾ ഒരു 6:38 കറക്റ്റ്. ഇപ്പം ഞങ്ങൾ തിരിച്ചെത്തി. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്ത ഫുഡ് കഴിച്ചിട്ട് കയറുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും. അവിടുന്ന് പിന്നെ ഞാൻ ഉറങ്ങുമായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് എണീറ്റ്. ചായ കുടിക്കാമെന്ന് ഞങ്ങൾ നിർത്തിയില്ല, ഇങ്ങനെ വന്നു. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുമായിരുന്നു. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. നമ്മൾ പോയ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു ട്രിവാൻഡ്രം വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗായ്സ്. ബൈ.